സ്വാമി രാമാനന്ദന്റെ മനസ്സിലെ കാര്യം പറയുക. അടുത്ത ദിവസം രാവിലെ കബീർ സാഹബിനെ 10ഓളം വരുന്ന വ്യക്തികൾ പിടിച്ച് രാമാനന്ദന്റെ മുൻപിൽ ഹാജരാക്കി. രാമാനന്ദ് തന്റെ മുൻപിൽ കർട്ടനിട്ടു. എന്തെന്നാൽ താൻ ഒരിക്കലും നീചജാതിക്കാർക്ക് ദർശനം നൽകില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നിൽ നിന്നും സന്യാസം സ്വീകരിച്ചിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി. രാമാനന്ദ് കർട്ടന് പിന്നിലിരുന്ന് ചോദിച്ചു, നീ ആരാണ്? നിന്റെ ജാതി എന്ത്? നിന്റെ പരമ്പര ഏതാണ്? അതായത് നീ ഏത് പരമാത്മാവിനെയാണ് അനുഗമിക്കുന്നത്? रामानंद अधिकार सुनी जुल्हा अक जगदीश दास गरीब बिलंबना ताही नवावत शीश रामानंद कौन गुरु कहे तन से नहीं मिलात दास गरीब दर्शन भय पैरे लगी जो लात पंथ चलत ठोकर लगी राम नाम कही दीन दास गरीब कसर नहीं सीख लई प्रबीन आड़ा पर्दा लाई करी रामानंद बूझंत दास गरीब कुलंग छवि अधर डाक कूदंत कौन जाति कुल पंथ है कौन तुम्हारा नाम दास गरीब अधीन गति बोलत है बलि जाव കബീറിന്റെ മറുപടി, जाति हमारी जगत गुरु परमेश्वर पद पंथ दास गरीब लिखती परे नाम निरंजन कंत രാമാനന്ദ് പറഞ്ഞു, रे बालक सुन दुर्बुद्धि घट मठ तन आकार दास गरीब दर्द लग्या हो बोले सिरजनहार तुम मोमन के पालवा जुल्हे के घर बास दास गरीब अज्ञान गति एता दृढ़ विश्वास मान बड़ाई छांडी करी बोलो बालक बैन दास गरीब अधम मुखी एता तुम घट फैन तर्क तलु से बोलते रामानंद सुर ज्ञान दास गरीब कुजाती है आखर नीच निदान പരമേശ്വർ കബീർ കബീർദേവ് സ്നേഹത്തോടെ മറുപടി പറഞ്ഞു, महके बदन खुलास कर सुनी स्वामी प्रबीन दास गरीब मनी मरे मैं आजिज आधीन मैं अविगत गति से परे चारी बेद से दूर दास गरीब दशो दिशा सकल सिंध भरपूर हूँ खालिक हमरा नाम दास गरीब अजाति हूँ तेजू कहया बली जाव जाति पाति मेरे नहीं बस्ती नहीं गाम दास गरीब अनिन गति नहीं हमारे नाम नाद बिंद मेरे नहीं गुदा नहीं गात दास गरीब शब्द सजा नहीं किसी का साथ सब संगी बिछरू नहीं आदि अंत बहु जानही दास गरीब सकल वंसु बाहर भीतर माही ए स्वामी सृष्टा में सृष्टि हमारे तीर गरीबदास अधर बसु अविगत सत्य कबीर पौमी धरणी आकाश में मैं व्यापक सब थोर दास गरीब ना दूसरा हम समतुल नहीं और हम दासन के दास है कर्ता पुरुष करीम दास गरीब अवधूत हम ब्रह्मचारी सीन सुनी रामानंद राम हम मैं 52 नरसिंह दास गरीब कली कली हम ही से कृष्ण अभंग हम ही से इंद्र कुबेर है ब्रह्मा विष्णु महेश दास गरीब धर्म ध्वजा धरणी रसातल शेष सुनी स्वामी सती भाखू झूठ न हमरे रिंज दास गरीब हम रूप बिन और सकल प्रपंच गोता लाऊं स्वर्ग से फिरी पैठू पाताल गरीबदास ढूंढत फिरूं हीरे मानिक लाल इस दरिया कंकर बहुत लाल कहीं कहीं ठाव गरीबदास मानिक चुगे हम मुरजीवा नाव मुरजीवा मानिक चुगे कंकर पत्थर डारी दास गरीब डोरी अगम पुत्रो शब्द आधार അഥവാ എന്റെ ജാതി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ജഗദ്ഗുരുവാണ്. വേദങ്ങളിൽ എഴുതിയിട്ടുണ്ട് ജഗദ്ഗുരു എല്ലാ സൃഷ്ടികൾക്കും അറിവ് പ്രദാനം ചെയ്യുന്നത് കബീർ പ്രഭുവാണെന്ന്. എന്റെ മാർഗം എന്താണ്? ഏത് പരമേശ്വരനാണ് ഞാൻ മാർഗനിർദ്ദേശം നൽകേണ്ടത്? ഇതിന് ഉത്തരമായി കബീർജി പറഞ്ഞു, എന്റെ പരമേശ്വർ പന്ത് മാർഗമാണ്. ഈശ്വർ പരമേശ്വർ ബ്രഹ്ം പരബ്രഹ്ം പരമ അക്ഷര പുരുഷ ഞാൻ ആ സർവോಚ್ಚ ശക്തി പരമേശ്വറിന്റെ മാർഗദർശനത്തിന് വന്നതാണ്. അതായത് സുപ്രീം പവറിന്റെ മാർഗദർശനത്തിന് വന്നതാണ്. ആരാണോ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ രചയിതാവും സംരക്ഷിതാവുമാണോ, വേദങ്ങളിൽ ആരെയാണോ കവിർദേവ കവിരഗ്നി എന്നീ പേരുകളിൽ സംബോധന ചെയ്തിരിക്കുന്നു.
ഈശ്വരൻ ക്ഷരപുരുഷനായ ബ്രഹ്മത്തെയാണ് പറയുന്നത്. അത് കേവലം 21 ബ്രഹ്മാണ്ടങ്ങളുടെ സ്വാമിയാണ്. പരബ്രഹ്മനും അക്ഷരപുരുഷനും ഈശ്വരൻ എന്ന് പറയുന്നു. ഏതൊന്നാണോ 7 സംബ്രഹ്മാണ്ടങ്ങളുടെയും സ്വാമി പരമ അക്ഷര പുരുഷനെ പൂർണ്ണബ്രഹ്മ പരമേശ്വരൻ എന്നും പറയുന്നു. ഏതൊന്നാണോ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളുടെ സ്വാമി, അതായത് കുലത്തിന്റെ യജമാനൻ, കബീർ സ്വാമി രാമാനന്ദനോട് പറഞ്ഞു, എന്റെ മാർഗം പരമേശ്വരനെ പ്രാപിക്കുക, മോക്ഷം പ്രാപിക്കുക എന്നതാണ്. ഗീത അധ്യായം 15 ശ്ലോകം നമ്പർ 17 എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ അവിനാശിയായ പരമേശ്വർ മറ്റാരുമല്ല. അതാണ് 3 ലോകങ്ങളിലും പ്രവേശിച്ച് എല്ലാവരെയും പരിപോഷിപ്പിക്കുന്നത്. അതാണ് അവിനാശി പരമാത്മ പരമേശ്വർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പരമേശ്വർ ഞാനാകുന്നു. ഇത് കേട്ടിട്ട് രാമാനന്ദൻ അതിക്രൂതനായി പറഞ്ഞു, അല്ലയോ മൂഢ, നീ നീചജാതിയിലുള്ളവൻ, ചെറിയ വായിൽ വലിയ വർത്തമാനം പറയുകയോ? നീ സ്വയം ഭഗവാൻ ചാമയുന്നോ? അങ്ങനെ ചീത്ത പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 90. ആർ എങ്ങനെ കുലത്തിന്റെ വംശത്തിന്റെ യജമാനൻ. കബീർ സാഹിബ് പറഞ്ഞു, അല്ലയോ ഗുരുദേവ, താങ്കൾ എന്റെ ഗുരുവാണ്. എന്നാൽ ഞാൻ എന്താണോ താങ്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പൂർണ്ണ ബ്രഹ്മാണ്. ഇതിൽ സംശയം വേണ്ട. അത് കേട്ടിട്ട് രാമാനന്ദ് പറഞ്ഞു, നിർത്തൂ നിന്റെ ഈ കഥ. നീ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ ആദ്യം എന്റെ പൂജകൾ ചെയ്യട്ടെ. രാമാനന്ദൻ പറഞ്ഞു, ഇവൻ ഇരിക്കട്ടെ, ഞാൻ ആദ്യം എന്റെ കർമ്മങ്ങൾ ചെയ്യട്ടെ, അതിനുശേഷം ഇവനോട് സംസാരിക്കാം. സ്വാമി രാമാനന്ദ് എന്ത് ക്രിയയാണ് ചെയ്യുക? ഭഗവാൻ വിഷ്ണുവിന്റെ ഒരു സങ്കല്പ മൂർത്തി ഉണ്ടായിരുന്നു. മുൻപിൽ മൂർത്തി കാണാമായിരുന്നു. കർമ്മകാണ്ഡങ്ങൾ ചെയ്യുന്നു. ആദ്യം ഭഗവാന്റെ എല്ലാ വസ്ത്രങ്ങളും മാറ്റുന്നു, പിന്നെ വെള്ളം കൊണ്ട് കുളിപ്പിക്കുന്നു, പിന്നെ വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിക്കുന്നു, കഴുത്തിൽ മാലയിടുന്നു, പൊട്ട് ചാർത്തുന്നു, അതായത് തിലകം ചാർത്തുന്നു, മുകുടം വയ്ക്കുന്നു, കിരീടം വയ്ക്കുന്നു. രാമാനന്ദ സങ്കല്പിക്കുകയായിരുന്നു. സങ്കല്പത്തിൽ ഭഗവാന്റെ കാൽപ്പനികമായ മൂർത്തി ഉണ്ടാക്കി. ഭക്തിയോടെ നഗ്നപാദങ്ങളോടെ അദ്ദേഹം തന്നെ സ്വയം ഗംഗാജലം കൊണ്ടുവരുന്നതായി സങ്കല്പിച്ചു. പിന്നെ ഭഗവാന്റെ വസ്ത്രങ്ങൾ മാറ്റി കുളിപ്പിച്ചു, പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു, തിലകം ചാർത്തി, കിരീടമണിയിച്ചു. കഴുത്തിൽ മാലയിടാൻ മറന്നുപോയി. മാലയിടാതിരുന്നാൽ പൂജ പൂർണ്ണമാകില്ല. കിരീടം വെച്ചാൽ പിന്നെ അത് ഊരാൻ കഴിയില്ല, ഊരി മാറ്റാൻ കഴിയില്ല. അഥവാ അങ്ങനെ ചെയ്താൽ ആ ദിവസത്തെ പൂജ മുടങ്ങേണ്ടതായി മാറുന്നു. സ്വാമി സ്വയം തന്നെ ശപിച്ചുകൊണ്ടിരുന്നു. ഇത്രയും വർഷം ഒരിക്കൽ പോലും തനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. ഹോ ഭഗവാനെ, ഇന്ന് ഈ പാപി എന്തുകൊണ്ട് തെറ്റ് ചെയ്തു? കിരീടം മാറ്റുകയാണെങ്കിൽ പൂജ മുറിഞ്ഞതാകും, ഖണ്ഡിക്കപ്പെടും. ശരി, കിരീടത്തിന് മുകളിൽ കൂടി മാലയിടാം. ഭാവനയിൽ കൂടി ചെയ്യുകയായിരുന്നു. പക്ഷേ മുൻപിൽ മൂർത്തിയില്ല, കർട്ടൻ മാത്രം. മറുവശത്ത് കബീർ സാഹിബ് ഇരിക്കുന്നു. കിരീടത്തിൽ മാല കുരുങ്ങി അത് താഴേക്ക് പോയില്ല. രാമാനന്ദ് വിചാരിച്ചു, ഇനി എന്തു ചെയ്യും? ഹേ ഭഗവാൻ, ഇന്നത്തെ എന്റെ ദിവസം വ്യഥാവിലായി. ഇന്ന് എന്റെ ഭക്തിയാകുന്ന സമ്പാദ്യം നഷ്ടമായി. എന്തെന്നാൽ ആർക്കാണോ പരമാത്മാവിനെ കഷ്ടപ്പെടുത്തുന്നതായി തോന്നിയോ അയാൾക്ക് ദിവസേന ചെയ്യുന്ന പൂജകൾക്ക് തെറ്റുപറ്റിയാൽ വളരെ ദുഃഖമുണ്ടാകുന്നു. എങ്ങനെയാണോ മനുഷ്യന് തന്റെ പോക്കറ്റ് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ദുഃഖം, ഭക്തന് ഭക്തിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. അപ്പോഴേക്കും കബീർ സാഹിബ് പറഞ്ഞു, സ്വാമിജി, മാലയുടെ കെട്ടഴിച്ച് കഴുത്തിലിടൂ, പിന്നീട് കെട്ടാം. കിരീടം മാറ്റാൻ പാടില്ല. പിന്നെ രാമാനന്ദന് കിരീടം എന്തിനു മാറ്റണം? മാലയുടെ കെട്ടുമാറ്റി. കുടിലിന്റെ മുൻപിലെ കർട്ടൻ മാറ്റി സ്വന്തം കൈകളാൽ എല്ലാ ബ്രാഹ്മണ ഭക്തന്മാരുടെയും മുൻപിൽ വെച്ച് കബീർ സാഹിബിനെ കെട്ടിപ്പിടിച്ചു. രാമാനന്ദ് ജി പറഞ്ഞു, ഹേ ഭഗവാൻ, താങ്കൾക്ക് ഇത്ര കോമളമായ ശരീരം പഞ്ഞി പോലെ, എന്റെ ശരീരം കല്ലുപോലെ. ഒരു ഭാഗത്ത് ഭഗവാൻ നിൽക്കുന്നു, ഒരു ഭാഗത്ത് ജാതിയുടെയും ധർമ്മത്തിന്റേതുമായ ചുമര്. ഭഗവാനെ ആഗ്രഹിക്കുന്ന പുണ്യാത്മാക്കൾ മതത്തിന്റെ പേരിൽ നിർമ്മിച്ച ചുമരുകൾ പൊട്ടിക്കണം. അതാണ് ശ്രേയസ്. അതുപോലെയാണ് രാമാനന്ദ് ജി ചെയ്തത്. മുൻപിൽ പൂർണ്ണ പരമാത്മാവിനെ കണ്ടപ്പോൾ ജാതി കണ്ടില്ല, മതം കണ്ടില്ല, നീചത്വം അവർണത്വം കണ്ടില്ല, വെറും ആത്മശുദ്ധി മാത്രം. ഇതിനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 91. बोलत रामानंद जी, हम घर बड़ा सुकाल, गरीबदास पूजा करे, मुकुट फही जदी माल, सेवा करो संभाल करी, सुनी स्वामी सुर ज्ञान, गरीबदास शिर मुकुट धरी, माला अटकी जान, स्वामी घुंडी खोली करी,
सिरी माला गल डार। गरीबदास इस भजन कून जानत है करतार। ड्योढ़ी पर्दा दूरी करी, लिया कंठ लगाए। गरीबदास गुजरी बोहत, बदने बदन मिलाए. സ്വാമി രാമാനന്ദ്ജി പറഞ്ഞു, ഹേ കബീർ പ്രഭു, താങ്കൾ എന്തിന് കള്ളം പറഞ്ഞു? കബീർ സാഹിബ് പറഞ്ഞു, എന്ത് കള്ളം സ്വാമിജി? സ്വാമി രാമാനന്ദ് പറഞ്ഞു, താങ്കൾ എന്നിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചു. എന്നിൽ നിന്ന് എപ്പോഴാണ് ഉപദേശം സ്വീകരിച്ചത്? കബീർ സാഹിബ് പറഞ്ഞു, ഒരിക്കൽ താങ്കൾ കുളിക്കാനായി പഞ്ചഗംഗ കടവിൽ പോയിരുന്നു. ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. താങ്കളുടെ കാലിലെ മെതിയടി എന്റെ തലയിൽ തട്ടി. അപ്പോൾ എന്നോട് താങ്കൾ പറഞ്ഞു, മകനെ രാമനാമം പറയൂ. രാമാനന്ദ് പറഞ്ഞു, ശരിയാണ്, ഇപ്പോൾ ഓർമ്മ വരുന്നു. പക്ഷേ അതൊരു കൊച്ചുകുട്ടിയായിരുന്നു. എന്തെന്നാൽ ആ സമയത്ത് 5 വയസ്സ് പ്രായമുള്ള കുട്ടി വളരെ വലുതാവുകയോ? 5 വയസ്സായ കുട്ടിയുടെ ശരീരവും 2.5 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിനും ഇരട്ടി വ്യത്യാസമുണ്ടാകുന്നു. കബീർ സാഹിബ് പറയാൻ തുടങ്ങി, സ്വാമിജി നോക്കൂ, ഞാൻ ഇങ്ങനെയാണ്. സ്വാമി രാമാനന്ദിന്റെ മുൻപിലും നിൽക്കുന്നു. അതേസമയം 2.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ ഒരു സേവകന്റെ അടുക്കൽ വിരിച്ചിരുന്ന കാർപ്പറ്റിലും ഇരിക്കുന്നു, പുതപ്പിലും ഇരിക്കുന്നു. ഇപ്പോൾ രാമാനന്ദ് 6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ കണ്ണുകൾ തിരുമി വീണ്ടും നോക്കി. ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും കബീർ സാഹിബിന്റെ കുട്ടിയുടെ രൂപം എണീറ്റ് 5 വയസ്സിന്റെ പ്രായമുള്ള ശരീരത്തിൽ ലയിച്ചു. मन की पूजा तुम लखे, मुकुट माल पर बेश। गरीबदास गति को लखे, कौन वरण क्या भेष। यह तो तुम शिक्षा दई, मानी लई मनमोर। गरीबदास कोमल पुरुष, हमरा बदन कठोर. അപ്പോൾ രാമാനന്ദ്ജി പറഞ്ഞു, എന്റെ സംശയം ഇല്ലാതായി. ഹേ പരമേശ്വർ, താങ്കളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? താങ്കൾ ഏത് ജാതിയിൽ ഏത് വേഷത്തിലാണ് നിൽക്കുന്നത്? വെറും പ്രാണികളായി നമ്മൾ താങ്കളോട് വാദവിവാദം നടത്തി, വെറുതെ തർക്കിച്ച് ദോഷികളായി മാറി. ക്ഷമിക്കുക പൂർണ്ണ പരമേശ്വർ കവിർദേ, താങ്കളുടെ അറിവില്ലാത്ത കുട്ടിയാകുന്നു. സ്വാമി രാമാനന്ദിന്റെ സത്യലോക ദർശനം. സുനി ബച്ചാ മേ സ്വർഗ് കി कैसे छांडौ रीति। गरीबदास गुदरी लगी, जन्म जात है बीत। चारी मुक्ति बैकुंठ में, जिनकी मोरे चाह। गरीबदास घर अगम की, कैसे पाऊं ठा। हिम रूप जहां धरणी है, रतन जड़े बहु शोभ। गरीबदास बैकुंठ कून, तन मन हमरा लोभ। शंख चक्र गदा पदम है, मोहन मदन मुरारी। गरीबदास मुरली बजे, सुरगलोक दरबारी। दूधों की नदियां बगे, सेत वक्ष सुभान। गरीबदास मंदल मुक्ति, सुरगापुर अस्थान। रतन जड़ाऊ मनुष्य है, गण गंधर्व सब देव। गरीबदास उस धाम की कैसे छाड़ू सेव। ऋग युज साम अथर्वणन, गावे चारों वेद। गरीबदास घर अगम की, कैसे जानो भेद। चारी मुक्ति चितवन लगी, कैसे बंचू ताही। गरीबदास गुप्तार गति, हमको द्यो समझाए। सुरग लोक बैकुंठ है, या से परे न और। गरीबदास शतशास्त्र, चारी वेद की दौर। चारी वेद गावे तिसे, सुरनर मुनि मिला। गरीबदास ध्रुव पोर जिस, मिटी गए तीनों ताप। प्रहलाद गए तिस लोक को, सुरगापुरी समूल। गरीबदास हरि भक्ति की, मैं बचत हूं धूल। बिंद्रावन गए तिस लोक को, सुरगापुरी समूल। गरीबदास उस मुक्ति कून, कैसे जाऊं भूल। नारद ब्रह्मा तिस रटे, गावे शेष गणेश। गरीबदास बैकुंठ से, और परे को देश। सहंस 88 जिस जपे, और 3300 सेव। गरीबदास जासे परे, और कौन है देव। सुनी स्वामी निज मूल गति, कहीं समझाऊं तो ही। गरीबदास भगवान कून राख्या जगत समोही। तीनी लोक के जीव सब, विषय वास भरमाए। गरीबदास हमको जपे, तिसको धाम दिखाए। जो देखेगा धाम कून, सो जानत है मुझ। गरीबदास तो से कहूं, सुनी गायत्री गुज। कृष्ण विष्णु भगवान कून, जहड़ाए हैं जीव। गरीबदास त्रिलोक में, काल कर्म शिर शिव। सुनी स्वामी तो से कहूं, अगम दीप की सैल। गरीबदास पूठे परे, पुस्तक लादे बैल। पौमी धरणी आकाश थंब, चलसी चंदर सूर।
गरीबदास रज बिरज की कहाँ रहेगी धूल। तारायण त्रिलोक सब चलसी इंद्र कुबेर। गरीबदास सब जात है सुरग पाताल सुमेर। चारी मुक्ति बैकुंठ बट फना हुआ कई बार। गरीबदास अलप रूप मग क्या जाने संसार। कहो स्वामी कित रहोगे 14 भुवन बिहन। गरीबदास बीजक कहया चलत प्राण और पिंड। सुन स्वामी एक शक्ति है अर्धंगीकार। गरीबदास बीजक कहा अनंत लोक सिंघार। जैसे का तैसा रहे परलो फना प्राण। गरीबदास उस शक्ति के बार बार कुर्बान। कोटि इंद्र ब्रह्मा जहां कोटि कृष्ण कैलाश। गरीबदास शिव कोटि है करो कौन की आश। कोटि विष्णु जहां बसत है उस शक्ति के धाम। गरीबदास गुल बोहत है अलफ बस्त निहकाम। शिव शक्ति जासे हुए अनंत कोटि अवतार। गरीबदास उस अलफ को लखे सो हुए करतार। अलफ हमारा रूप है दम देही नहीं दंत। गरीबदास गुल से परे चलना है बिन पंत। बिना पंत उस कंत के धाम चलन है मोर। गरीबदास गति ना किसी संग सुरग पर डोर। संग सुरग पर हम बसे सुनी स्वामी यह सैन। गरीबदास हम अलफ है यो गुल फोकट फैन। संग सुरग पर हम बसे सुनी स्वामी यह सैन। गरीबदास हम अलफ है यो गुल फोकट फैन। जो ते कहया सो मैं लहया बिन देखे नहीं धीज। गरीबदास स्वामी कहे कहा अलफ वो बीज। अनंत कोटि ब्रह्मांड फल अनंत कोटि उद्गार। गरीबदास स्वामी कहे कहा अलफ दीदार। हद बेहद कहीं ना कहीं धरपी ठौर। गरीबदास निज ब्रह्म की कौन धाम वह पौर। चल स्वामी सर पर चले गंग तीर सुन ज्ञान। गरीबदास बैकुंठ बट कोटि कोटि घट ध्यान। तहा कोटि वैकुंठ है नग सरवर संगीत। गरीबदास स्वामी सुने जात अनंत जुग बीत। प्राण पिंड पुर में धसो गए रामानंद कोटि। गरीबदास सर सुरग में रहो शब्द की ओट। तहा वहां चित चक्रित भया देखी फजल दरबार। गरीबदास सिजदा किया हम पाए दीदार। तुम स्वामी में बाल बुद्धि भर्म कर्म किए नाश। गरीबदास निज ब्रह्मा तुम हमरे दंड विश्वास। सुन्न बेसुन्न से तुम पर पुरे से हमरे तीर। गरीबदास सरबंग में अविगत पुरुष कबीर। कोटि कोटि सिजदे करें कोटि कोटि प्रणाम। गरीबदास अनहद अधर हम परसैन तुम धाम। सुनी स्वामी एक गल गुज तिल तारी पल जोरी। गरीबदास सर गगन में सूरज अनंत करोरी। शहर अमान अनंतपुर रिमझिम रिमझिम हुए। गरीबदास उस नगर का मरम न जाने कोए। सुनी स्वामी कैसे लखो कहीं समझाऊं तो ही। गरीबदास बिन पर उड़े तन मन शीश न होए। रवनपुरी एक चक्र है तहां धनजय बाय। गरीबदास जीते जन्म याकू लेत समाये। आसन पदम लगाए कर भिरंग नाद को खैची। गरीबदास अचवन करे देवदत्त को ऐची। काली ऊन कुलीन रंग जाके दो फुनधार। गरीबदास कुरम्ब शिर तास करे उद्गार। चश्मे लाल गुलाल रंग तीनी गिरा नभ पेंच। गरीबदास वह नागनी को होने न देवे रेच। कुंभक रेचक सब करे ऊन करत उद्गार। गरीबदास उस नागनी को जीते कोई खिलार। कुंभ भरे रेचक करे फिर टूटत है पौन। गरीबदास गगन मंडल नहीं होत है रौन। आगे घाटी बंद है ईगला पिंगला दोई। गरीबदास सुषमन खुले तास मिलावा होए। जो का त्यों ही बैठी रहो तजी आसन सब जोग। गरीबदास पल बीच पद सर्व सैल सब भोग। कोटि कोटि बैकुंठ है कोटि कोटि शिव शेष। गरीबदास उस धाम में ब्रह्मा कोटि नरेश। अवादान अमानपुर चली स्वामी तहां चाल।
गरीबदास परलो अनंत बोहरी ना झंपै काल। अमर चीर तहा पहरी है अमर हंस सुख धाम। गरीबदास भोजन अजर चल स्वामी निज धाम। बोलत रामानंद जी सुन कबीर करतार। गरीबदास सब रूप में तुम्ही बोलन हार। तुम साहिब तुम संत हो तुम सदगुरु तुम हंस। गरीबदास तुम रूप बिन और न दूजा अंश। मैं भक्ता मुक्ता भया किया कर्म कुंद नाश। गरीबदास अविगत मिले मेटी मन की बास। दोहू ठौर है एक तू भया एक से दोए। गरीबदास हम कारणे उतरे है मग जोए। गोष्ठी रामानंद से काशी नगर मंझार। गरीबदास जिंद पीर के हम पाए दीदार। बोले रामानंद जी सुनो कबीर सुभान। ഗരീബ്ദാസ് മുക്ത ഭയ ഉദ്രേ പിൻ അരു പ്രാൺ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 94. കബീർ സാഹിബ് കബീർദേവ് സ്വാമി രാമാനന്ദനോട് ചോദിച്ചു, എന്തെന്നാൽ സ്വാമിജി താങ്കൾ എന്ത് പൂജയാണ് ചെയ്യുന്നത്? സ്വാമി രാമാനന്ദ്ജി പറഞ്ഞു, ഞാൻ വേദങ്ങളിലും ഗീതയിലും പറഞ്ഞതനുസരിച്ചുള്ള പൂജയാണ് ചെയ്യുന്നത്. കബീർ സാഹിബ് ചോദിച്ചു, വേദങ്ങളിലും ഗീതയിലും പറയുന്നതിനനുസരിച്ച് പൂജ ചെയ്ത് ഏത് ലോകത്തിലേക്കാണ് പോകുന്നത്? സ്വാമി രാമാനന്ദൻ പറഞ്ഞു, സ്വർഗത്തിൽ പോകും. കബീർ പരമേശ്വർ ചോദിച്ചു, സ്വർഗത്തിൽ എന്ത് ചെയ്യും? രാമാനന്ദ്ജി പറഞ്ഞു, അവിടെ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ വിഷ്ണു ഉണ്ട്, അദ്ദേഹത്തെ കാണും. അവിടെ പാലൊഴുകുന്ന നദിയുണ്ട്, അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ട, ഞാൻ അവിടെ സന്തോഷത്തോടെ ഇരിക്കും. കബീർ പരമേശ്വർ ചോദിച്ചു, സ്വാമിജി സ്വർഗത്തിൽ എത്ര ദിവസം താമസിക്കും? വിദ്വാൻമാരായവർക്ക് അതിന്റെ അറിവുണ്ടാകും, 2 മിനിറ്റിൽ മനസ്സിലാകും. സ്വാമിജി പറഞ്ഞു, എന്റെ ഭക്തിയുടെ അളവനുസരിച്ച് സമ്പാദ്യമനുസരിച്ച് അത്രയും ദിവസം അവിടെ താമസിക്കും. കബീർ സാഹിബ് ചോദിച്ചു, പിന്നീട് എങ്ങോട്ട് പോകും? അറിഞ്ഞുകൂടാ, കർമ്മഫലം അനുസരിച്ച് ഏതെങ്കിലും യോനിയിൽ ജന്മമെടുക്കും. കബീർ സാഹിബ് പറഞ്ഞു, ഈ പൂജ താങ്കൾ അനേകം തവണ ചെയ്തു, ഇതുകൊണ്ട് ജീവമുക്തനാകില്ല, മോക്ഷം കിട്ടില്ല. താങ്കൾ വിഷ്ണുവിനെ പൂജിച്ച് സ്വർഗലോകത്തിൽ പോകാനായി ആഗ്രഹിക്കുന്നു. ഏതൊരു ഭക്തനാണോ ബ്രഹ്മപൂജ നടത്തി ബ്രഹ്മലോകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവോ അവരും ജനന മരണമാകുന്ന ചക്രത്തിൽ കുരുങ്ങുന്നു. എന്തെന്നാൽ ഒരു ദിവസം ബ്രഹ്മലോകത്തിലെ മഹാസ്വർഗവും നഷ്ടമാകും. ഗീതയിലെ 8-ാം അധ്യായം 16-ാം ശ്ലോകം പറയുന്നുണ്ട്. സ്വാമി രാമാനന്ദ വിദ്വാനാണ്, അദ്ദേഹത്തിന് ശ്ലോകം ഓർമ്മയുണ്ട്. സ്വാമി രാമാനന്ദ പറഞ്ഞു, ശരിയാണ്, അങ്ങനെ എഴുതിയിട്ടുണ്ട്. കബീർ സാഹിബ് പറഞ്ഞു, പറയൂ, പിന്നെ എവിടെ താമസിക്കും? താങ്കളുടെ ശ്രീകൃഷ്ണ മുരാരിയും വസിക്കുന്നില്ല. ഈ ബ്രഹ്മലോകവും എല്ലാ പ്രാണികളും വിഷ്ണു മുതലായ 3 ദേവതകളും നഷ്ടമാകും. പിന്നെ താങ്കൾ എവിടെ വസിക്കും ഗുരുദേവ? പിന്നെ ആലോചിച്ച് രാമാനന്ദ് വിവശയായി. പരമേശ്വര സാഹിബ് ചോദിച്ചു, ഗുരുജി ഗീതയെ പറ്റി ആരാണ് പറഞ്ഞു തന്നത്? സ്വാമി മറുപടി പറഞ്ഞു, ശ്രീകൃഷ്ണൻ. പരമേശ്വർജി പറഞ്ഞു, സ്വാമിജി സംക്ഷിപ്ത മഹാഭാരതം 2-ാം ഖണ്ഡത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് പേജ് 151 പഴയത്, 667 പുതിയത്. ശ്രീകൃഷ്ണ പറയുകയാണ്, അർജുന, എനിക്കിപ്പോൾ ആ ഗീതയെ കുറിച്ചുള്ള അറിവില്ല. രണ്ടാമത് എനിക്കത് ഒരിക്കൽ കൂടി വിവരിക്കുവാൻ കഴിയില്ല. പരമേശ്വർ കബീർ സാഹിബ് എല്ലാ തെളിവുകളും പറയും. ഗീത അധ്യായം 8 ശ്ലോകം 13 ഗീതോപദേഷ്ടാവ് ബ്രം കാലൻ പറയുന്നു, ഓം ഇതി ഏകാക്ഷരം ഭ്രം വ്യാഹൻ മാം അനുസ്മരൻ യഹ പ്രയാതി ത്യജൻ ദേഹം സഹ യാതി പരമാം ഗതിം. ഇതിന്റെ ശബ്ദാർത്ഥം, ഗീത പറയുന്നത് ബ്രം അതായത് കാലൻ പറയുകയാണ്, എന്തെന്നാൽ മാമ ബ്രഹ്മ മുഞ്ച ബ്രം കാത്തോ ഇതി ഈം ഓം ഏകാക്ഷരം. ഓം ഒരു അക്ഷരമാണ്. ദേഹം ശരീരം ഉപേക്ഷിക്കുന്നതുവരെ, അതായത് അവസാന ശ്വാസം വരെ. പ്രയാതി ഭക്തൻ ഓർമ്മിക്കുന്നു, സ ആ ഭക്തൻ തന്നെ എന്റെ പരമഗീതം പരമഗതിയെ യാതി പ്രാപിക്കുന്നു. ഭാവാർത്ഥം, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രേതരൂപത്തിൽ പ്രവേശിച്ച് ബ്രം അതായത് 1000 കൈകളോട് കൂടിയ ജ്യോതി നിരഞ്ജൻ കാലൻ പറയുകയാണ്, ഓം എന്ന നാമത്താൽ മരണം വരെ എന്നെ സ്മരിക്കുന്ന ഭക്തർ എന്നെ പ്രാപിക്കുന്നു. എന്റെ ഭക്തിക്ക് മറ്റൊരു മന്ത്രമില്ല. ഗീത അധ്യായം 8 ശ്ലോകം 5, 7, 13 ഗീതോപദേഷ്ടാവ് പൂജ ചെയ്യേണ്ട വിധം പറയുന്നു. ആരാണോ അവസാന ശ്വാസം വരെ ഓം നാമ ശബ്ദം സ്മരിക്കുന്നുവോ അയാൾ എന്നെ തന്നെ പ്രാപിക്കും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ.
ഒപ്പം എന്നെ ഓം നാമശബ്ദത്തിൽ ഓർമ്മിക്കൂ. എന്തെന്നാൽ യുദ്ധം ബഹളത്താൽ ചെയ്യുന്നു, ഉയർന്ന ശബ്ദത്താൽ ചെയ്യുന്നു. അതുകൊണ്ട് ഓം നാമശബ്ദം ഉച്ചത്തിൽ സ്മരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്യൂ. പിന്നെ ഗീത അധ്യായം 8 ശ്ലോകം 6 പറയുന്നു, ഇത് നിയമമാണ്. അവസാന നിമിഷം ഏത് ഭഗവാനെയാണോ സ്മരിക്കുന്നത്, ശരീരം ഉപേക്ഷിക്കുമ്പോൾ ആ ഭഗവാനെ പ്രാപിക്കുന്നു. ഗീതോപദേഷ്ടാവ് ഗീത അധ്യായം 8 ശ്ലോകം 8 മുതൽ 10 വരെ 3 ശ്ലോകങ്ങളിലും ബ്രഹ്മിൽ നിന്നും അല്ലാതെ മറ്റൊരു പൂർണ്ണ പരമാത്മ, പരമദിവ്യ പുരുഷ പരമേശ്വർ, അതായത് പൂർണ്ണ ബ്രഹ്മിന്റെ വിഷയത്തിൽ പറയുന്നു, ആരെങ്കിലും പൂർണ്ണ പരമാത്മാവിനെ പൂജ ചെയ്തുകൊണ്ട് ശരീരം ത്യജിക്കുകയാണെങ്കിൽ, ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണ പരമാത്മാവിനെ പ്രാപിക്കുന്നു. അയാൾക്ക് മോക്ഷം കിട്ടുന്നു, സത്യലോകം പ്രാപിക്കുന്നു, പരമശാന്തി ലഭിക്കുന്നു. അതുകൊണ്ട് ആ പരമേശ്വരനെ അഭയം പ്രാപിക്കും. ഗീത അധ്യായം 18 ശ്ലോകം 62 66, അധ്യായം 15 ശ്ലോകം 4. ഞാനും ഗീതോപദേഷ്ടാവ് ബ്രഹ്ം ഇതിനെ തന്നെ ശരണം പ്രാപിക്കുന്നു. രാമാൻജി എല്ലാ തെളിവുകളും സ്വന്തം കണ്ണുകളും കണ്ടിട്ട് അതിശയിച്ച് മൂക്കത്ത് വിരൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കുട്ടി, കാര്യം ശാസ്ത്രത്തിൽ നീ പറയുന്നത് സത്യമാണ്. എനിക്ക് ആരും ഇത്തരം അറിവ് പറഞ്ഞു തന്നില്ല. ഞാൻ എന്തു ചെയ്യും? കബീർ സാഹിബ് പറഞ്ഞു. പവിത്ര ഗീതയിൽ എഴുതിയിട്ടുണ്ട്, 8-ാം അധ്യായം 8, 9, 10 ശ്ലോകത്തിലും അധ്യായ നമ്പർ 18 ശ്ലോകം 62 വായിച്ചു നോക്കണം. പവിത്ര ഗീതയും വേദവും പറയുന്ന ബ്രഹ്ം കാലൻ പറയുകയാണ്, ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കൂ അർജുന, നിനക്ക് പിന്നെ മരണമില്ല. അതിനുവേണ്ടി അധ്യായം 4 ശ്ലോകം 34, അങ്ങനെയുള്ള സന്തിനെ അന്വേഷിക്കൂ. പരമാത്മാവിന്റെ പരമത്വത്തെ അറിയുന്നതായ അദ്ദേഹത്തെ സാഷ്ടാംഗം നമസ്കരിക്കൂ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 96. ആർ എങ്ങനെ കുലത്തിന്റെ വംശത്തിന്റെ യജമാനൻ. വിനയത്തോടും നിഷ്കപട ഭാവത്തോടും അദ്ദേഹത്തെ സേവിക്കുക. അപ്പോൾ ആ തത്വദർശിയായ സന്ത് പ്രസന്നനാകും. പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ഉപദേശം സ്വീകരിക്കൂ. നിനക്ക് പിന്നെ പുനർജന്മവും മരണവും ഉണ്ടാകില്ല. പവിത്ര ഗീത അധ്യായം 15 മന്ത്രം 1 മുതൽ 4 വരെ പറയുന്നു, ഈ തല തിരിഞ്ഞു കിടക്കുന്ന ലോകമാകുന്ന വൃക്ഷമാണ്. മുകളിലെ വേരുകൾ ആദ്യ പുരുഷനാണ്, അതായത് സനാതന പൂർണ്ണ ബ്രഹ്മ. താഴെ 3 ഗുണങ്ങളോട് കൂടിയ രജോ ഗുണ ബ്രഹ്മ, സദ്ഗുണ വിഷ്ണു, തമോ ഗുണ ശിവ, 3 ശാഖകൾ. ഈ പൂർണ്ണ ലോകമാകുന്ന വൃക്ഷം പൂർണ്ണ സൃഷ്ടി നടത്തിയത് ബ്രഹ്മ കാലൻ. എനിക്കറിയില്ല. ഇവിടെ ചിന്തിക്കേണ്ടത്, ഗീതോപദേഷ്ടാവിന് ഈ ജ്ഞാനത്തെക്കുറിച്ച് പൂർണ്ണമായി പറഞ്ഞു തരാൻ കഴിയില്ല. അതിനായി ഏതെങ്കിലും തത്വദർശിയായ സന്യാസിയെ അന്വേഷിക്കൂ. ഗീത അധ്യായം 4 മന്ത്രം 34. പിന്നീട് താങ്കൾക്ക് സർവ സൃഷ്ടിയുടെ കാര്യവും എല്ലാ ദേവതമാരുടെ സ്ഥിതിയും ശരിയായി പറഞ്ഞു തരാം. അതിനുശേഷം ആ പരമപദ പരമേശ്വരനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണം. അങ്ങനെ ചെയ്യുന്ന ഭക്തന് പിന്നീട് ജന്മമൃത്യു ഉണ്ടാകുന്നില്ല, അതായത് പൂർണ്ണമോക്ഷം കിട്ടുന്നു. ഏതൊരു പരമേശ്വരനാണോ ലോകമാകുന്ന വൃക്ഷം, അതായത് സർവ ബ്രഹ്മാണ്ടങ്ങളുടെയും സൃഷ്ടി നടത്തിയോ, ഞാനും ബ്രഹ്മ കാലൻ ആ പരമേശ്വരനെ അഭയം പ്രാപിക്കുന്നു. അതുകൊണ്ട് ആ പരമേശ്വരനെ പൂജിക്കൂ. സ്വാമി രാമാനന്ദ് പറഞ്ഞു, കുട്ടി, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. തികച്ചും അങ്ങനെ തന്നെ. എന്നാൽ ഈ സത്ലോകത്തെക്കുറിച്ച് ആരിൽ നിന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് എന്റെ മനസ്സിൽ വിശ്വാസമില്ല. സത്യമാകാം. കബീർ സാഹിബ് ചോദിച്ചു, താങ്കൾ എങ്ങനെ പൂജ ചെയ്യുന്നു? സ്വാമി രാമാനന്ദൻ പറഞ്ഞു, ഞാൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് യോഗാഭ്യാസത്താൽ കമലത്തിൽ കൂടി കടന്ന് ത്രിവേണി വരെ എത്തുന്നു. കബീർ സാഹിബ് പറഞ്ഞു, താങ്കൾ ഒരു പ്രാവശ്യം ത്രിവേണിയിലെത്തൂ. അപ്പോൾ രാമാനന്ദ് സമാധിസ്ഥനായി. എന്തുകൊണ്ടെന്നാൽ അത് പ്രതിദിനം ചെയ്യുന്ന പ്രാക്ടീസ് ആണ്. ത്രിവേണിയിൽ എത്തുമ്പോൾ അവിടെ 3 വഴികളുണ്ട്. ഓരോ ബ്രഹ്മാണ്ടത്തിലും ബ്രഹ്മലോകത്തിൽ എത്തുമ്പോൾ 3 വഴികൾ ഉണ്ടാകും. ഇതുപോലെ 20 ബ്രഹ്മാണ്ടങ്ങളും കഴിഞ്ഞ് 21-ാം ബ്രഹ്മാണ്ടത്തിലും ഈ 3 വഴികളുണ്ട്. ഒരു വഴി നേരെ ബ്രഹ്മലോകത്തിലെത്തി ഒരു രഹസ്യസ്ഥാനത്തേക്ക് പോകുന്നു. അവിടെ ജ്യോതി നിരഞ്ജൻ 3 രൂപത്തിലിരിക്കുന്നു. മഹാബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാശിവരൂപത്തിൽ. മുൻപിലുള്ള ബ്രഹ്മാണ്ടം നിങ്ങളുടെ ഈ നാമമന്ത്രത്താൽ തുറക്കുകയില്ല. ഈ ബ്രഹ്മാണ്ടം സത് നാമത്താൽ മാത്രമേ തുറക്കുകയുള്ളൂ. കബീർ സാഹിബ് ശ്വാസത്തിൽ കൂടി തന്റെ സത് നാമം ഉച്ചരിച്ചു. അപ്പോൾ മുൻപിലുള്ള വാതിൽ തുറന്ന് അവിടെ ഏതൊരാളെ നിരാകാരെന്ന് പറയുന്നുവോ ആ ഭഗവാൻ കാലനെ കാണാം. ഗീതയിൽ പറയുന്നു, ഞാൻ എല്ലാവരെയും ഭക്ഷിക്കും,
അർജുന, ഞാൻ ഒരിക്കലും ആർക്കും ദർശനം നൽകില്ല. ഞാൻ ഒരിക്കലും ആരുടെയും മുൻപിൽ പ്രത്യക്ഷപ്പെടില്ല. കബീർ സാഹിബ് പറഞ്ഞു. ഇപ്പോൾ താങ്കളുടെ മുൻപിൽ ആ കാലനെ കാണാം. ആദ്യം ഒരു ബ്രഹ്മാണ്ടത്തിലുണ്ടാക്കിയ ബ്രഹ്മലോകത്തിൽ ഗുപ്തസ്ഥാനത്ത്, ബ്രഹ്മലോകം കടന്ന് 21ാമത്തെ ബ്രഹ്മാണ്ടത്തിലേക്ക് കൊണ്ടുപോയി. ബ്രഹ്മലോകത്തിൽ നിന്ന് മുൻപിലേക്ക് പോകുന്ന വഴി ജടാകുണ്ടലി സരോവറിന് മുകളിലാണ്, പൊയ്കയ്ക്ക് മുകളിലാണ്. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 97. തന്റെ ദൃഷ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നു, ആരും കടന്നു വരാതിരിക്കാൻ. 21ാമത്തെ അവസാനത്തെ ബ്രഹ്മാണ്ടത്തിൽ ആ കാലബ്രഹ്മിന്റെ, ക്ഷരപുരുഷന്റെ സ്വന്തം സ്ഥലമാണ്. അവിടെ അദ്ദേഹം ഭയങ്കരമായ രൂപത്തിൽ, അതായത് തന്റെ വാസ്തവിക രൂപത്തിൽ ഇരിക്കുന്നു. കബീർ സാഹിബ് പറഞ്ഞു നോക്കൂ, നിങ്ങളുടെ നിരാകാരനായ ഭഗവാൻ ഇരിക്കുന്നത്. കാരണം യോഗ്യമാർ വേദത്തെ ആധാരമാക്കി ഓം നാമത്തെ പൂജ ചെയ്തു. അപ്പോൾ പരമാത്മാവിനെ കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ സിദ്ധികൾ, കഴിവുകൾ കിട്ടി, സ്വർഗത്തിലെത്തി. മഹാസ്വർഗത്തിൽ പോയി പിന്നീട് പശുവായി ജന്മമെടുത്തു. അതുകൊണ്ട് ഭഗവാനെ എല്ലാവരും നിരാകാരനായി കണക്കാക്കുന്നു. വേദത്തിൽ എഴുതിയിട്ടുണ്ട്, ഭഗവാൻ ആകാരരൂപിയാണ്. എപ്പോഴാണോ കാലന്റെ അടുക്കലെത്തിയോ അപ്പോൾ കബീർ സാഹബ് തന്റെ സാരനാമത്തിൽ കൂടി സത്നാമം ഉദ്ധരിച്ചു. ആ സമയത്ത് കാലന്റെ തല കുനിഞ്ഞു. കാലന്റെ തലയ്ക്ക് മുകളിലാണ് ആ വാതിൽ. അതിൽ കൂടിയാണ് സത്ലോകത്തിലേക്ക് പോകാൻ, അതായത് പരബ്രഹ്മലോകത്തിൽ പ്രവേശിക്കുന്നത്. അതിനുശേഷം ഒരു ഭംവർ ഗുഹ ആരംഭിക്കുന്നു. ഒരു ഭംവർ ഗുഹ കാലലോകത്തിലുമുണ്ട്. കാലന്റെ തലയിൽ കാൽ വെച്ച് കബീർജിയുടെ ഹംസ്, നിർവികാരനായ ഭക്തൻ, മുകളിലേക്ക് പോകുന്നു. ഈ കാലന്റെ തലയിൽ കാല് വെച്ച് ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കുന്നു. കബീർജിയുടെ ഹംസാത്മാവ് മുകളിലേക്ക് പോകുന്നു. കാലൻ അതിന്റെ കാവൽക്കാരനായ ജോലി ചെയ്യുന്നു. പരബ്രഹ്മിന്റെ ലോകം കടന്ന് കബീർ സാഹബ് ശ്രീരാമാനന്ദന്റെ ആത്മാവിനെ സത്ലോകത്തിലേക്ക് കൊണ്ടുപോയി. അവിടെയും ഒരു ഭംവർ ഗുഹയുണ്ട്. സത്ലോകത്തിലെത്തി രാമാനന്ദ് കാണാൻ കഴിഞ്ഞു. കബീർ സാഹിബ്, കബീർദേവ് തന്റെ യഥാർത്ഥ രൂപത്തിൽ ഇരിക്കുന്നു. അവിടെ കബീർ സാഹിബിന് ഇത്രത്തോളം പ്രകാശം, ഓരോ രോമകൂപത്തിൽ നിന്നും കോടി സൂര്യചന്ദ്രന്മാരിൽ നിന്നും വരുന്ന പ്രകാശത്തേക്കാൾ അധികം സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഒത്തുചേരുന്നതിനാൽ ചൂടില്ല. കബീർ സാഹിബ് അവിടെ എത്തിയിട്ട് തന്റെ തന്നെ രണ്ടാമത്തെ രൂപത്തിൽ സിംഹാസനത്തിലെ ദാസന്റെ രൂപം കാണിച്ചു. രാമാനന്ദ് ആലോചിച്ചു, ഭഗവാൻ സിംഹാസനത്തിലിരിക്കുന്നു, അപ്പോൾ കബീർ ഇവിടത്തെ ദാസനാകും. എന്നാൽ ലോകം എത്ര വിചിത്രം! പരമാത്മാവിന് വളരെയധികം പ്രകാശമുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ പരമാത്മാവിന്റെ തേജോമയമായ രൂപം സിംഹാസനത്തിൽ നിന്നും എണീറ്റ് 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ രൂപത്തിൽ കബീർ സാഹബ് സിംഹാസനത്തിലിരുന്നു. പരമേശ്വരന്റെ വാസ്തവിക രൂപത്തിലുള്ള അതേ തേജോമയം ആ കുട്ടിയിലും കാണാൻ കഴിഞ്ഞു. അതിനുശേഷം കബീർ സാഹബിന്റെ ആ തേജോമയമായ രൂപം, കുട്ടിയുടെ രൂപം കബീർ സാഹബിൽ മറഞ്ഞു. ഒറ്റയ്ക്ക് 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ രൂപത്തിൽ കബീർ സാഹബ് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. വിശറി സ്വയം പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും രാമാനന്ദന്റെ ആത്മാവിനെ തിരികെ ശരീരത്തിലേക്ക് തിരിച്ചയച്ചു. അദ്ദേഹം സമാധിയിൽ നിന്ന് ഉണർന്നു. മുൻപിൽ 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ രൂപത്തിൽ കബീർദാസ് ഇരിക്കുന്നു. അപ്പോൾ രാമാനന്ദ് പറഞ്ഞു, ഓ സർവശക്തനായ പരമാത്മാ, അങ്ങ് തന്നെയാണ് സൃഷ്ടികർത്താവ്. അപ്പോൾ രാമാനന്ദ് ജി പറയുന്നു, തഹാ വഹാ ചിത് ചക്രിത് ഭയ देखी फजल दरबार गरीबदास सिजदा किया हम पाए दीदार तुम स्वामी में बाल बुद्धि भर्म कर्म किए नाश गरीबदास निज भ्रम तुम हमरे दंड विश्वास सुन्न बेसुन्न से तुम पर उरैन से हमरे तीर गरीबदास सरबंग में अविगत पुरुष कबीर कोटि कोटि सिजदे करें कोटि कोटि प्रणाम गरीबदास अनहद अधर हम परसैन तुम धाम बोलत रामानंद जी सुन कबीर करतार गरीबदास सब रूप में तुम ही बोलनहार तुम साहिब तुम संत हो तुम सदगुरु तुम हंस गरीबदास तुम रूप बिन और न दूजा अंश मैं भक्ता मुक्ता भया किया कर्म कुंद नाश गरीबदास अविगत मिली मेटी मन की बास दोहू ठौर है एक तू भया एक से दोए गरीबदास हम कारणे उतरे है मग जोए बोलत रामानंद जी सुन कबीर करतार गरीबदास सब रूप में
തൂ ഹി ബോലൻഹാർ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 98. ആർ എങ്ങനെ കുലത്തിന്റെ വംശത്തിന്റെ യജമാനൻ. രാമാനന്ദ് ജി പറഞ്ഞു, അല്ലയോ പരമേശ്വര, ഹേ കബീർ പരമാത്മാ, ഹേ കബീർ കരദാർ, സർവ സൃഷ്ടി നടത്തുന്നയാൾ താങ്കൾ തന്നെ, സർവവ്യാപകനായ പൂർണ്ണ പരമേശ്വരൻ. ദഹു തോഡ് ഹെ ഏക് തൂം, ഭയ ഏക് സേ ദോ, ഗരീബ് ദാസ് ഹം കാൽനെ ആയേ ഹോ മഗ്ജോ. ഹേ പരമേശ്വർ കബീർ, താങ്കൾ ഒരു സ്ഥലത്തും സത്യലോകത്തും എന്റെ മുൻപിലും താങ്കൾ തന്നെ. ഒന്നിൽ നിന്ന് രൂപങ്ങളായി ഞങ്ങളാകുന്ന തുച്ഛജീവികൾക്ക് വേണ്ടി ഇവിടെ വന്നതാണോ? मैं भक्ता मुक्ता भया कर्म कुंद भय नाश, गरीब दास अविगत मिले मिट गई मन की बांस. രാമാനന്ദ് ജി 104 വയസ്സ് പ്രായമുള്ള മഹാപുരുഷനും 5 വയസ്സുള്ള കബീർ പരമേശ്വരനോട് പറയുകയാണ്, ഞാൻ താങ്കളുടെ ദാസൻ മുക്തനായി. എന്റെ മനസ്സിലെ ഭ്രമം സംശയങ്ങൾ തീർന്നു. എനിക്ക് പരമാത്മാവിന്റെ വാസ്തവിക രൂപം ദർശിക്കാൻ കഴിഞ്ഞു. അല്ലയോ പൂർണ്ണ പരമാത്മാ കബീർ സാഹിബ്, കബീർ ദേവ്, 4 വേദങ്ങളിലും ഗീതയിലും താങ്കളുടെ തന്നെ ഗുണങ്ങളാണ് വർണ്ണിക്കുന്നത്. സ്വയം കബീർ ദേവ് കബീർദാസ് പറഞ്ഞു, ഭേദ് ഹമാരാ ഭേദ് ഹൈ, मैं ना वेदन के मांगी, जिस भेद से मैं मिलू भेद जानते नाही. ഭാവാർത്ഥം, എല്ലാ വേദങ്ങളിലും, അതായത് 4 വേദങ്ങളിലും പൂർണ്ണ പരമാത്മാവ് തന്നെയാണ്. എന്നാൽ പൂജാ നിയമങ്ങൾ കേവലം ബ്രഹ്മ, അതായത് ജ്യോതി നിരഞ്ജൻ വരെ മാത്രമാണ്. പരമേശ്വർ കബീർ, കബീർ ദേവിന്റെ പൂജാ നിയമങ്ങൾ, ജ്ഞാനം, തത്വജ്ഞാനം എന്നിവയ്ക്കു വേണ്ടി വേദങ്ങളിലും ഗീതയിലും പറയുന്നു. അത് ഒരു തത്വദർശിയായ സന്തിന് മാത്രമേ അറിയൂ എന്നതാണ്. ആരാണോ സ്വയം പരമേശ്വർ ആരെങ്കിലും അയച്ച് യഥാർത്ഥ പ്രതിനിധിയാകുന്നു, ആ സന്യാസി അയാളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് പൂർണ്ണ മോക്ഷം, പരമശാന്തി പ്രാപിക്കുന്നു.